വാർത്തകളിലേക്ക്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച തൃപ്തികരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുളച്ചിൽ പദ്ധതി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അവകാശം സ്വാഭാവികമായും ലഭിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഗേറ്റിൽ നടന്നത് നടക്കാൻ പാടില്ലാത്തതാണെങ്കിലും മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ടിംഗിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. ഹൈക്കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കേണ്ട സമയമായി എന്നാണ് തോന്നുന്നതെന്നും പിണറായി പറഞ്ഞു. മനു ശങ്കർ നൽകും വിവരങ്ങൾ. മനു, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? മനു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒപ്പം തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നിലവിൽ വിഴിഞ്ഞം പദ്ധതിക്ക് പൂർണ്ണമായ ഒരു പിന്തുണ കേന്ദ്രം വാഗ്ദാനം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ തന്നെ കേരളം ഈ ഒരു നിലപാട് കേന്ദ്രം മുമ്പാകെ അറിയിച്ചിരുന്നത്. വിഴിഞ്ഞത്തിന് 30 കിലോമീറ്റർ അകലെ മാത്രമുള്ള കുളച്ചിൽ തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇത് പ്രതികൂലമായി തന്നെ വിഴിഞ്ഞം പദ്ധതിയെ ബാധിക്കും. അതിനാൽ ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനം മറ്റും നടത്തണം, തമിഴ്നാടുമായി ആരോഗ്യകരമായ ഒരു ചർച്ച നടത്തണം എന്നൊരു നിലപാടായിരുന്നു നേരത്തെ തന്നെ കേരളം കേന്ദ്രം മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കേന്ദ്രം വ്യക്തമാക്കിയത് വിഴിഞ്ഞ തുറമുഖ നിർമ്മാണ പൂർത്തീകരണത്തിനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ കുളച്ചിൽ തുറമുഖവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രഥമ പരിഗണന വിഴിഞ്ഞത്തിന് തന്നെ നൽകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ കുളച്ചിൽ തുറമുഖം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാനും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്തിന്റെ വികസനത്തിനായി ഇരു തുറമുഖങ്ങളും, കുളച്ചിൽ തുറമുഖവും അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെയും വികസനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം മറ്റു സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഫാക്ടിന്റെ ഭൂമിയുമായി സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പൊതുമേഖല ഇടപാടുകൾക്കും മറ്റുമായി ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ധാരണയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് റബ്ബർ മേഖലയ്ക്കും മറ്റും അനുവദിച്ച രീതിയിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഇതേ സമാനമായ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും കേന്ദ്രവും അതോടൊപ്പം സംസ്ഥാനവും ധാരണയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തീർത്ഥാടന കേന്ദ്രങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ സ്ട്രിപ്പ് പദ്ധതികൾക്കും രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചതായാണ് നിലവിൽ വ്യക്തമാകുന്നത്. അതോടൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, എയർ കേരള പദ്ധതി സർക്കാരിൻ്റെ അജണ്ടയിലില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം ആറന്മുള വിമാനത്താവള പദ്ധതി, പ്രത്യേകിച്ച് ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ നേരത്തെയുള്ള എതിർപ്പ് ഇപ്പോഴും തുടരുന്നതായി മുഖ്യമന്ത്രി നിലവിൽ മാധ്യമങ്ങൾ മുമ്പാകെ ദില്ലിയിൽ വ്യക്തമാക്കുകയുണ്ടായി. മനു, മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഫാക്ടിന്റെ കാര്യത്തിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ ഫാക്ടിൽ വെറുതെ കിടക്കുന്ന സ്ഥലം മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഫാക്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത് ഫാക്ടിൻ്റെ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇക്കാര്യത്തിൽ പൊതുമേഖല സ്ഥാപനങ്ങളും മറ്റു ഇടപാടുകൾക്കുമായി കൃത്യമായി തന്നെ ഫലപ്രദമായി ഉപയോഗിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി വേണം എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലും നിലവിൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കേണ്ട സംസ്ഥാനവും ഇടപെടണം, ഇതിൽ കേന്ദ്രത്തിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയത്. നിലവിൽ അതോടൊപ്പം മറ്റു വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജുവുമായുള്ള കൂടിക്കാഴ്ചയിലും നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ എയർ കേരള പദ്ധതി സർക്കാരിൻ്റെ അജണ്ടയിൽ ഇല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. നിലവിൽ തീർത്ഥാടന കേന്ദ്രങ്ങളും മറ്റും ബന്ധിപ്പിച്ചുകൊണ്ട് എയർ സ്ട്രിപ്പ് പദ്ധതികൾ നടപ്പാക്കുന്നതിനും പരിപൂർണമായൊരു പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇത്തരത്തിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലെല്ലാം അനുകൂലമായൊരു പ്രതികരണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി മനു. എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, പ്രധാനമായും വാർത്താ സമ്മേളനത്തിൽ മറ്റു രണ്ട് കാര്യങ്ങളിൽ കൂടി മുഖ്യമന്ത്രി മറുപടി പറയുകയുണ്ടായി. സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ച കാര്യത്തിലും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിലും ഗീതാ ഗോപിനാഥിൻ്റെ യോഗ്യതയിൽ ആർക്കും സംശയമില്ല. അവരുടെ ഉപദേശം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് സർക്കാരിൻ്റെ കാര്യമാണ്. ഏതായാലും ഈ വിമർശനങ്ങളെ സദുദ്ദേശപരമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. എന്തായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം?
ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും നടക്കുന്ന സംഘർഷം, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ നേരിടുന്ന സാഹചര്യം, മറ്റൊന്ന് സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിന് എതിരായിട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. അതിൽ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തത് ആണ് എന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ഏറ്റുമുട്ടേണ്ട വിഭാഗമല്ല, ഏറ്റുമുട്ടൽ നിലപാട് വേണ്ട എന്നുള്ളത് രണ്ടുപേരും കൂടി തീരുമാനിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരെയും വിളിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കരുതുന്നത്. എങ്കിലും ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. എങ്കിൽ കൂടിയും ഹൈക്കോടതി മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ സമയമായെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കോടതി വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി വൈകാതെ തന്നെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ വിമർശനങ്ങൾ, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സതുദ്ദേശപരമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള LDF മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ നിന്നും മാറിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ LDF നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇത്തരത്തിലുള്ള നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല. വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആളെ ഉപദേശം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഗീതാ ഗോപിനാഥിനെ നിയമിച്ചത് കാര്യത്തിൽ പുനഃപരിശോധിക്കേണ്ട കാര്യവുമില്ല. എന്നാൽ ഏതൊക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇത്തരത്തിൽ LDF ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഇടതു നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കയുള്ളവർ വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിമർശനങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുവെന്നും പിണറായി വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോടിയേരിയുടെ പയ്യന്നൂർ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉയർന്നു വന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഈ പ്രസ്താവനകളെ എങ്ങനെ കാണുന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി, കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം സംഘർഷം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഉള്ളതല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. സന്തോഷാണ് അതിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. ഗീതാ ഗോപിനാഥിന്റെ യോഗ്യതയിൽ ആർക്കും സംശയമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനം സതുദ്ദേശപരമായ കാണുന്നത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അവകാശം സ്വാഭാവികമായും ലഭിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. മറ്റൊരു വാർത്തയിലേക്ക്. ധനമന്ത്രിയായിരിക്കെ കോഴിക്കച്ചവടക്കാർക്കും മരുന്ന് കമ്പനികൾക്കും അനധികൃതമായി നികുതി ഇളവ് നൽകിയെന്ന പരാതിയിൽ KM മാണിക്കെതിരെ വിജിലൻസ് ത്വരിത പരിശോധന ആരംഭിച്ചു. എറണാകുളം വിജിലൻസ് DYSP പരാതിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിൽ നിന്നും മൊഴിയെടുത്തു. നികുതി ഇളവ് നൽകിയത് വഴി ഖജനാവിന് 150 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പരാതി. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തോംസൺ ഗ്രൂപ്പിന് 2013 64 കോടി രൂപ നികുതി ഇളവ് നൽകിയത് സംബന്ധിച്ചായിരുന്നു വിജിലൻസിന് ലഭിച്ച പ്രധാന പരാതി. ഇറച്ചിക്കോഴികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒടുക്കേണ്ട നികുതിയിൽ ധനമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് KM മാണി ഇളവ് നൽകുകയായിരുന്നു. ഒപ്പം ചില ആയുർവേദ മരുന്ന് കമ്പനികൾക്കും ഇതേ കാലയളവിൽ സർക്കാർ അനധികൃതമായി നികുതി ഇളവ് നൽകിയിരുന്നു. രണ്ടിടപാടുകളിലുമായി ഖജനാവിന് 150 കോടി രൂപ നഷ്ടം സംഭവിച്ചു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും KM മാണിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം വിജിലൻസ് DYSP അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിൽ നിന്നും വിജിലൻസ് മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. ഭാഗപത്രം ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തിന്റെ രജിസ്ട്രേഷൻ നിരക്കുകൾ കുറയ്ക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഭേദഗതി. അടുത്ത മാസം ചേരുന്ന ധനവകുപ്പിന്റെ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാകും ഭേദഗതി വരുത്തുക. എന്നാൽ വൻകിടക്കാർക്ക് ഇളവുകൾ നൽകില്ലെന്നും ധനമന്ത്രി PPTVയോട് പറഞ്ഞു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, ഒഴിമുറി, ദാനം, ധനനിശ്ചയം എന്നീ ആധാരങ്ങളുടെ മുദ്രവില 2% ബജറ്റിൽ വർദ്ധിപ്പിച്ചത്. ഇത് പാവപ്പെട്ടവർക്കും ചെറുകിടക്കാർക്കും പ്രയാസമുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. പാവപ്പെട്ടവർക്ക് മുഴുവൻ ആനുകൂല്യവും ലഭിക്കുന്ന രീതിയിലാകും ഭേദഗതി വരുത്തുകയെന്നും മന്ത്രി പീപ്പിൾ TVയോട് പറഞ്ഞു. പിന്തുടർച്ച അവകാശ കൈമാറ്റത്തിന് പേര്
നികുതി ചുമത്തിയത് വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. നമ്മുടെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ വേണ്ട നടപടി ഉണ്ടാകും. അതേസമയം ഒരു കാരണവശാലും വൻകിടക്കാർക്ക് യാതൊരു ഇളവും നൽകില്ല. എത്ര ഏക്കർ കൈമാറാനും 1000 രൂപ മതിയെന്നത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും ഈ വൻകിടക്കാർക്ക് 1000 രൂപ മതി എത്ര ഏക്കർ കൈമാറാനും എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല. രജിസ്ട്രേഷൻ നിരക്കിലെ ഭേദഗതി ഉൾപ്പെടെയുള്ള നികുതി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ധനകാര്യ ബില്ല് അടുത്ത സഭാ സമ്മേളനത്തിലാകും യാഥാർത്ഥ്യമാവുക. അതേസമയം കഴിഞ്ഞ സർക്കാർ വസ്തു കൈമാറ്റത്തിന് പരമാവധി 1000 രൂപയാക്കിയത് നീതിയും ന്യായവുമില്ലാത്തതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷനിലും നൽകിയ ഇളവുകൾ കാരണം 1000 കോടിയുടെ കുറവാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായതെന്നും ഐസക് കുറ്റപ്പെടുത്തി. എസ് ഷീജ, തിരുവനന്തപുരം. തെക്കൻ യമനിലെ വൃദ്ധസദനം ആക്രമിച്ച മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയ 3 ഭീകരർ പിടിയിൽ. പിടിയിലായവർ അൽ-ഖ്വയ്ദ പ്രവർത്തകരാണ്. എന്നാൽ ഫാദർ ടോമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏദനിലെ ഷെയ്ഖ് ഒത്മാനിലെ മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു പിടിയിലായവരുടെ പ്രവർത്തനം. ഭീകരർ പിടിയിലായ കാര്യം വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. വൃദ്ധസദനം ആക്രമിച്ച് 16 പേരെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് പിടിയിലായവർ സമ്മതിച്ചിട്ടുണ്ട്. ഫാദർ ടോമിന്റെ നേതൃത്വത്തിൽ വൃദ്ധസദനം കേന്ദ്രീകരിച്ച മതപരിവർത്തനം നടന്നിരുന്നുവെന്നും അതിനാലാണ് വൃദ്ധസദനം ആക്രമിച്ചതെന്നും പിടിയിലായവർ പറഞ്ഞു. ആക്രമണത്തിന് മുൻപ് മൗത്താബിൻ ഗബാലിലെ ഇമാമിന്റെ അനുമതി തേടിയിരുന്നു. വൃദ്ധസദനത്തിൽ മതമാറ്റം നടന്നിരുന്നു എന്നതിനാലാണ് ആക്രമണത്തിന് അനുമതി നൽകിയതെന്നാണ് ഇമാമിന്റെ മൊഴി. ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ വിജിലൻസിന്റെ ത്വരിത പരിശോധന. വാഹന മലിനീകരണ നിയന്ത്രണ നിബന്ധനകളിൽ ഇളവ് നൽകിയതടക്കമുള്ള പരാതികളിലാണ് അന്വേഷണം. അതേസമയം താൻ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും പരസ്യ വിചാരണയ്ക്ക് തയ്യാറെന്നും ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചു. വാഹനങ്ങളിലെ മലിനീകരണ നിയന്ത്രണത്തിനായുള്ള ഭാരത് സ്റ്റേജ് നിബന്ധനകളിൽ ഇളവ് നൽകിയതുൾപ്പെടെയുള്ള പരാതികളിലാണ് ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ വിജിലൻസ് ത്വരിത പരിശോധന നടത്തുന്നത്. ഭാരത് സ്റ്റേജ് 4 നിലവാരം പാലിക്കുന്ന വാഹനങ്ങൾക്ക് അനുമതി നൽകാവൂ എന്നാണ് നിയമം. എന്നാൽ തച്ചങ്കരി 2 വാഹന നിർമ്മാതാക്കൾക്കായി നിയമം മറികടന്ന് സ്റ്റേജ് 3യിൽ തുടരാൻ അനുമതി നൽകിയെന്നാണ് പരാതി. വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളിൽ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിക്കണമെന്ന് തച്ചങ്കരി നിർദ്ദേശം നൽകിയതായും ചില വാഹന ഡീലർമാർക്ക് പിഴയിൽ ഇളവ് കൊടുത്തതായും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവുകളും വിജിലൻസ് പരിശോധിക്കും. ഉത്തരവുകൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ലഭിച്ച പരാതികളെ തുടർന്നാണ് അന്വേഷണം. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഭാരത് സ്റ്റേജ് നിബന്ധനകളിൽ ഇളവ് നൽകിയതെന്നും വാഹന പുകപരിശോധനാ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള കമ്പനിയെ തെരഞ്ഞെടുത്തത് കെൽട്രോൺ ആണെന്നും തച്ചങ്കരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പൊതുജനമധ്യത്തിൽ തകർച്ച കാണിച്ച മോഷണ വകുപ്പിന്റെ പരിഷ്കരണ പദ്ധതികളും അതുപോലെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നോട്ടെത്തിക്കാനാണ് ശ്രമം. അത് നടക്കില്ല. അതിൽ നിന്ന് ഭയവുമില്ല. ഈ സ്വാഭാവികമായ നടപടി ചെയ്യുമ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥനും ഞങ്ങളുടെ വകുപ്പും ചെയ്യുന്ന പോലെ ഞങ്ങൾ അവരോട് സഹകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇക്കാര്യങ്ങളിൽ പരസ്യ വിചാരണയ്ക്ക് തയ്യാറാണെന്നും തച്ചങ്കരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗോപുനന്ദിലത്ത് ജിമാർട്ട് 26ാമത് ഹൈടെക് ഷോറൂമിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങലിൽ നടന്നു. ആറ്റിങ്ങൽ MLA അഡ്വക്കേറ്റ് ബി സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന ഗോപുനന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് നിർവഹിച്ചു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ M പ്രദീപ് ചടങ്ങിൽ പങ്കെടുത്തു. ഭീമ ജുവൽസിന്റെ തൊടുപുഴ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ജയസൂര്യയും ബാലതാരം അക്ഷര കിഷോറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലം ബൈപ്പാസിൽ ആരംഭിച്ച ഷോറൂമിൽ പുതിയതരം വിവാഹാഭരണങ്ങളും ഭാരം കുറഞ്ഞ ആഭരണങ്ങളും വൈവിധ്യങ്ങളായ വജ്രാഭരണങ്ങളും ലഭിക്കും. ചടങ്ങിൽ ഭീമ ചെയർമാൻ ബിന്ദു മാധവ്, ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു.